ഹലോ! അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രം പുതിയ പ്രൊമോ ലിഷിത മാധവിനെ കാണാൻ മനസ്വിനിയുടെ വീട്ടിൽ വരുവാട്ടോ. അവിടെ വന്നിട്ട് നമ്മുടെ മനസ്വിനിയായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു ഫേക്ക് കഥ പറഞ്ഞിറക്കിയത് ഈ മനസ്വിനിയാണല്ലോ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മനസ്വിനി നമ്മുടെ ഇഷിതയെ ശപിക്കുന്നുണ്ട്. നിന്റെ ഗർഭം എങ്ങും എത്താതെ പോട്ടെടി, നിന്റെ കുഞ്ഞ് നശിച്ചു പോകൂടി എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ ശപിക്കുന്നുണ്ട്. അപ്പൊ ഇഷിത വയറ്റത്ത് കൈവച്ച് പൊട്ടിക്കരഞ്ഞിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ മാധവ് പുറകെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ മാധവന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. ഓ, നിനക്കിപ്പോൾ ഇഷിതയാണല്ലോ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മാധവ് പറയും, ആടി എനിക്കിപ്പോൾ അവളോട് പ്രേമം തന്നെയാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തോ എന്നും പറഞ്ഞിട്ട് അവര് തമ്മിലൊരു പ്രശ്നമൊക്കെ ആയേ. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അത്യാവശ്യം വയറൊക്കെ വലുതായി, കുഞ്ഞ് ഏകദേശം വരാറായി എന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്വിനി പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്ന് നമ്മുടെ ഇഷിതയെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. ഇഷിത വാവിട്ട് ലാസ്റ്റ് കരയുന്ന നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മിക്കവാറും നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. അമ്മാതിരി നമ്മുടെ മനസ്വിനി ഇഷിതയെ കുറെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.